ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഷേക്ക് റെഡിയാക്കാം. അതിനായി ഒരു അവക്കാഡോയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വലുപ്പമുള്ളതും നല്ല പോലെ പഴുത്തതുമാണ് കേട്ടോ. ആദ്യം ഇത് കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് അവക്കാഡോയുടെ ഉൾഭാഗം. നല്ല പോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സീഡ് എടുത്ത് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് എടുക്കാം. ഇത് നല്ല പോലെ പഴുത്ത കാരണമാണ് ഇതുപോലെ ഇങ്ങനെ കിട്ടുന്നത്. ഇതിവിടെ വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത പീസും ഇതുപോലെ കട്ട് ചെയ്തിടാം. ഇത് വാങ്ങുമ്പോൾ എപ്പോഴും പഴുത്തത് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. പച്ച അവക്കാഡോ വാങ്ങി വീട്ടിൽ വെച്ച് പഴുപ്പിക്കാൻ നോക്കിയാൽ മിക്കവാറും അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി പാലൊഴിച്ച് കൊടുക്കാം. 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാല്. ഇത് ഫ്രീസറിൽ വെച്ച് 3/4 ഭാഗം ഫ്രീസായ പാലാണ്. കണ്ടോ, ഇതുപോലെ ഫ്രീസായ പാലാണ്. പിന്നെ അതിലേക്ക് ഇത്രയും പിസ്ത ഇടാം. പിസ്ത തോട് കളഞ്ഞ് ഇതുപോലെ തന്നെ ഇട്ടാൽ മതി. ഇതിൽ നിന്ന് കുറച്ച് പിസ്ത മാറ്റി വയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഷേക്കിൻ്റെ മേലെ ഇടാനാണ്. 2 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇതിലേക്ക് 1/2 ടേബിൾ ടീസ്പൂൺ തേൻ ഒഴിക്കാം. 3 തുള്ളി വാനില എസൻസ് ഒഴിക്കാം. ഇനി ഇത് അടിച്ചെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള അവക്കാഡോ ഷേക്ക് റെഡിയായി. ഇതിന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 3 ഗ്ലാസ്സിനുള്ള ഷേക്കാണ് കേട്ടോ ഇത് ചെറിയ ഗ്ലാസ് ആയ കാരണം 4 ഗ്ലാസ് ഷേക്ക് ഉണ്ട്. ഇതിൻ്റെ മേലെ ഇനി പിസ്ത ഇട്ട് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ച പിസ്തയാണ് ഇടുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, അങ്ങനെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒന്നും പറയാനില്ല ഫ്രണ്ട്സ്, അത്രയ്ക്ക് അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.